ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. അപ്പത്തിന് വേണ്ടിയല്ല, വിശപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന രീതിയിൽ ഒരു വായന ഈ നോയമ്പ് കാലത്ത് കിട്ടി. കുറച്ച് ഉപവാസ ദിനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിനങ്ങൾ വാസ്തവത്തിൽ വിശപ്പ് നിലനിർത്താനും വിശപ്പിനെ മനസ്സിലാക്കാനും വേണ്ടിയാണ്. വിശപ്പില്ലാതിരിക്കുക അപ്പമില്ലാതിരിക്കുന്നതിനേക്കാൾ കഠിനമാണ്. പഴയ നിയമത്തിൽ തന്നെ സൂചനയുണ്ട്. മനുഷ്യർ വിശന്ന് കരയുമ്പോൾ മന്ന വീഴുന്നു. ആ മഞ്ഞയോളം രുചിയുള്ള ഒന്നും ഈ ഭൂതലത്തിലില്ലെന്ന് കരുതുന്നു. പിന്നീട് ഓരോ പ്രഭാതങ്ങളിലും മന്ന ആവർത്തിക്കപ്പെടുമ്പോൾ ആ മമതയില്ല. ഒടുവിൽ ആ മരുഭൂമിയിലെ ജനക്കൂട്ടം മന്നയ്ക്കെതിരായിട്ട് കലഹിക്കുന്നു. തങ്ങളുടെ രുചികരമായ വിരുന്ന് മേശകളെക്കുറിച്ച് താരതമ്യപ്പെടുത്തി അതിനോട് പരാതി പറയുന്നു. ആവർത്തനം കൊണ്ടും അമിത പരിചയം കൊണ്ടും പലതിൻ്റെയും ഭംഗികൾ കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അപ്പത്തിന് വേണ്ടിയല്ല, ഞങ്ങൾ വിശപ്പിനെ നിലനിർത്തണമേ. പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കറുത്ത ഫലിതം പലരും ആവർത്തിച്ച് പറയാറുണ്ട്. വിവാഹത്തിൽ അവസാനിക്കുന്നതാണ് പ്രണയം. പ്രണയദിനങ്ങളിൽ ഒന്ന് കാണുക, കേൾക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാണാനും കേൾക്കാനും വേണ്ടി മണിക്കൂറിലും കാത്തു നിന്നിട്ടുണ്ടാകും. എന്നാൽ വിവാഹത്തിൽ ഒരാൾ വളരെ തൊട്ടടുത്തുണ്ട്, കേൾക്കാവുന്ന ദൂരത്തിലുണ്ട്, കയ്യെത്താവുന്ന അകലത്തിലുണ്ട്. വൈകാതെ ആ പ്രണയദിനങ്ങളുടെ വിശപ്പ്, പാഷൻ, ആഭിമുഖ്യങ്ങൾ ഇല്ലാതെ പോവുകയും കുറേ കഴിയുമ്പോൾ ഇത് വിരസമെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വഴുതിപ്പോകുന്നതും വലിയ വേദനയോടെ കണ്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എവിടെയും വിശപ്പുണ്ടാവുക എന്നുള്ള പ്രധാനം. യേശുവിൻ്റെ പീഡാനുഭവ ദിനങ്ങളിൽ ഇങ്ങനെ വിശപ്പ് കെട്ടുപോയൊരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ദൂരത്തുള്ള മനുഷ്യർ അവൻ്റെ ഒരു വാക്കിന് വേണ്ടി കൊതിക്കുമ്പോൾ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ സൗഖ്യപ്പെടുമെന്ന് നിലവിളിക്കുമ്പോൾ, അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി പട്ടിണി മറന്ന് ദിവസങ്ങളോളം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, അവൻ്റെ ചാരയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യന് വൈകാതെ അവൻ്റെ മീതെയുള്ള വിശപ്പ് കെട്ടുപോവുക. ജൂഡസാണത്. എല്ലാ പീഡാനുഭവ വാരങ്ങളിലും നോയമ്പ് കാലങ്ങളിലുമൊക്കെ ഉള്ളിലൊരു മുള്ളുകണക്ക് നമ്മൾ ആ പേരിനെ ഓർമ്മിക്കാറുണ്ട്. എവിടെ അയാൾക്ക് പാളിയത്? യേശു കണ്ടെത്തിയ മനുഷ്യൻ എന്നാണ് പറയുക. യേശു ഇങ്ങനെ നമ്മുടെയൊക്കെ ഭാഷയിൽ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തതാണ്. അങ്ങനെ ചില വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും പ്രാധാന്യം, ഏറ്റവും സ്നേഹപൂർവ്വമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വിളിക്കുന്ന വാക്കാണ് ഹാൻഡ് പിക്ക് ചെയ്യുക എന്ന് പറയുക. ഇത്രയും മനുഷ്യരുണ്ടായിരുന്ന ഒരു ദേശത്ത് നിന്ന് കൃത്യമായിട്ട് അവൻ കണ്ടെത്തിയ 12 പേര്. ഒടുവിൽ എന്താ സംഭവിച്ചത്? എവിടെയാണ് പാളിയത്? ജൂഡസ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഉറഞ്ഞു പോകുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം, ഓർമ്മപ്പെടുത്തലാണ്. എന്നും ഊതിക്കൊണ്ടിരുന്നെങ്കിൽ അടുപ്പിലെ കണ്ണ് കെട്ടുപോകുമെന്ന് പറയുന്ന കണക്ക്. എന്നും തേച്ച് മിനുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വെങ്കലപാത്രങ്ങളുടെ ശോഭ മങ്ങുമെന്ന് പറയുന്ന കണക്ക്. നിരന്തരം മിനുക്കിയില്ലെങ്കിൽ നഷ്ടമാകാവുന്ന ഒന്നിൻ്റെ പേരാ സ്നേഹം. പലരും സ്നേഹത്തെ ഇങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്ന അനുഭവത്തിൽ വെച്ച് നോക്കി. അതങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കരുതുകയാണ്. ഉണ്ടെന്ന് കരുതി പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റില്ലെന്നുള്ള വേദപുസ്തക സൂചനയുണ്ട്. നിധി കുഴിച്ചിട്ട മനുഷ്യനെ കണക്ക് അയാൾ അവിടെ ഉണ്ടെന്ന് കരുതുകയാണ്. പക്ഷെ ഒടുവിൽ അയാൾക്ക് ഒന്നുമില്ലാതെ ഒട്ടക്കേട് നിൽക്കുന്ന കണക്ക് നമുക്ക് കാണുന്നു. അപ്പം നിരന്തരം നവീകരണം ആവശ്യമുള്ള, നിരന്തരം പുതുക്കൽ ആവശ്യമുള്ള ചില കാര്യങ്ങൾക്കകത്ത് അതിന് സാധ്യമല്ലാത്തൊരു മനോവ്യാപാരമുള്ള മനുഷ്യർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന ഉപമയാണ് ജൂഡസ്. നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിക്കുന്ന കണക്ക് ബൈബിളിൽ ഒരു കഥാപാത്രം നമുക്ക് പുറത്തുള്ള കഥാപാത്രമല്ല. ബൈബിളിലല്ല, ഭൂമിയിൽ ഒരു കഥാപാത്രങ്ങൾ, ഒരു വേദഗ്രന്ഥത്തിലെ, ഒരു സാഹിത്യ ഗ്രന്ഥത്തിലെയും കഥാപാത്രങ്ങൾ നമുക്ക് പുറത്തുള്ളതല്ല. മറിച്ച് നമ്മുടെ തന്നെയുള്ള സാധ്യതയാണ്. ജൂഡസ് എന്നുള്ള ആ സാധ്യതയെ ഭാരത്തോടും ഭീതിയോടും വായിക്കുമ്പോൾ ലളിതമായൊരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. ഇങ്ങനെ ലാഭം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യത്തിനകത്ത് ജീവിതം പെട്ടുപോകുമ്പോൾ ഒരാൾക്ക് എന്തുമാത്രം ഹീനതയിലേക്ക് വഴുതിപ്പോകാമെന്നുള്ളതിൻ്റെ വല്ലാത്ത ഒരു ഉപമയുടെ പേരാണ് ജൂഡസ്. അയാൾ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് ലാഭമുണ്ടോ ഓരോ കാര്യങ്ങൾക്ക് കത്തുന്നു. അങ്ങനെ മനുഷ്യർ ലാഭത്തെ ഗൗരവമായിട്ട് എടുത്തു തുടങ്ങിയാൽ പിന്നെ സംഗീതം ആവശ്യമില്ല, നൃത്തം ആവശ്യമില്ല, സൗഹൃദം ആവശ്യമില്ല, വീട്ടുചോറ് ആവശ്യമില്ല, ആ സഖിയുടെ പല്ലാളനകൾ ആവശ്യമില്ല. ഇതിനകത്തൊക്കെ എന്താ പ്രത്യേകിച്ച് ലാഭം? നിങ്ങൾ ഏത് അളവുകോലുകൾ കൊണ്ട് ചില കാര്യങ്ങളെ മാർക്ക് ചെയ്യും? അത് ഇത്തരം ചില കാര്യങ്ങൾ അളക്കാനായിട്ട്
നമ്മുടെ കൈവശം എന്ത് അപ്പാരറ്റസ് ഉണ്ട്, എന്ത് ഉപകരണമുണ്ട്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആത്മീയ സമൂഹം ഏറ്റവും ഭയത്തോടെ കാണേണ്ട വാക്ക് ലാഭം എന്ന് പറയുന്ന വാക്കാണ്. അത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും അശ്ലീലം പിടിച്ച വാക്കാണെന്ന് പോലും എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ് ഒബ്സീൻ വേർഡ്. ഒരു കുഞ്ഞ് പ്രസിദ്ധീകരണം ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വളരെ പ്രകാശമുണ്ടെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നൊരു വ്യക്തി ചോദിക്കുന്നതാണ്, ഈ ഒരു 12 വരി അല്ലെങ്കിൽ 12 പേജുള്ള ഒരു ചെറിയ മാസിക കൊണ്ട് നമുക്ക് എന്താ ലാഭം? അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോട്, നിരന്തരം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് അവളുടെ പുരുഷൻ ചോദിക്കുകയാണ്, നീ പുസ്തകമൊക്കെ വായിക്കുന്നത് നിനക്ക് എന്താ ലാഭം? ഒഴിവാക്കേണ്ട ഒരു വളരെ പ്രായോഗികമായൊരു പദത്തിൻ്റെ പേരാണ് ലാഭമെന്ന് തോന്നുന്നു. ഒരു ചെറിയ ഒരു 2 മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിശേഷിപ്പിക്കാവുന്നൊരു കുഞ്ഞു കാര്യം കണ്ടു. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുക. പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ പട്ടിണിയിലിരിക്കുന്ന ഒരു 3 പേരെ കാണുന്നുണ്ട്. അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അയാൾ അകത്തേക്ക് അവരെ വിളിച്ച് അവർക്കും താൻ കഴിക്കുന്ന അതേ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. കുറേ നാളുകൾക്ക് ശേഷം നല്ല ഭക്ഷണം കാണുന്ന ആ എല്ലാ കൗതുകങ്ങളും പേടിയും ഒക്കെ അവരുടെ മുഖത്തുണ്ട്. ഇതൊക്കെ ദൂരത്ത് നിന്ന് ഹോട്ടൽ ഉടമ ശ്രദ്ധിക്കുന്നുണ്ട്. ഒടുവിൽ ബില്ല് കൊടുക്കുന്നു. തിരിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് കൗണ്ടറിലെത്തുമ്പോൾ അതിനകത്തൊരൊറ്റ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതെങ്ങനെയാണ്, മനുഷ്യത്വത്തെ അളക്കാൻ പറ്റിയ ഒരു ഉപകരണവും ഞങ്ങളുടെ കൈവശമില്ല, അതിന് ബില്ലിടാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് നിനക്ക് സ്നേഹം. അപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ അളക്കാനായിട്ട് പറ്റില്ല. കണക്ക് ഒരു മോശപ്പെട്ട ശാസ്ത്രമാണെന്നൊക്കെ ചെറിയ കാലങ്ങളിൽ ധരിച്ചിട്ടുണ്ട്. കണക്കിനകത്തൊക്കെ നിരന്തരം തോറ്റുകൊണ്ടിരുന്ന കണക്കിനെ പേടിയുള്ള കുട്ടി എന്ന നിലയിൽ. പക്ഷെ മുതിർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കണക്ക് മോശപ്പെട്ട ശാസ്ത്രമൊന്നുമല്ല. എല്ലാത്തിനകത്തും കണക്കുണ്ട്. ഈ ക്യാമറയ്ക്ക് കണക്കുണ്ട്. ഗോൾഡൻ റേഷ്യോ എന്നൊക്കെ പറയുന്നൊരു കണക്കിലാണ് മിക്കവാറും ഛായാഗ്രഹണങ്ങളൊക്കെ നിലനിൽക്കുന്നത്. സംഗീതത്തിന് കണക്കുണ്ട്, കവിതയ്ക്ക് കണക്കുണ്ട്, നിങ്ങളുടെ പാചകത്തിന് കണക്കുണ്ട്, എന്തിനും കണക്കുണ്ട്. അപ്പോൾ കണക്ക് ഒരു മോശപ്പെട്ട ശാസ്ത്രമല്ല. പക്ഷെ കണക്കിനകത്ത് മോശപ്പെട്ടൊരു വാക്ക് ഈ ലാഭനഷ്ടം എന്ന് പറയുന്നൊരു വാക്കാണ്. ആ കോളത്തിലോട്ട് ജീവിതം ചുരുങ്ങുമ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നു, ഇതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? ആ ഒരു സമീപനം ഈ മനുഷ്യനുണ്ടായിരുന്നതായിട്ട് വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യമെന്ന് കരുതാവുന്ന 300 ദനാറ വിലയുള്ള പരിമള തൈല ഭരണി അവൻ്റെ പാദങ്ങൾ ഉടച്ചഭിഷേകം ചെയ്യുമ്പോൾ ഇയാൾ ആ ഉടച്ചഭിഷേകം ചെയ്ത ആ അത്തർ കുപ്പിയുടെ അത്തർഭരണിയുടെ കൃത്യമായ തുകയാണ് പറയുന്നത്, 300 ദനാറ. അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ധാരണയുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇത് പാഴാക്കുക എന്ന് ചോദിക്കുക. കണക്കിൽ പെട്ടുപോയ ലാഭനഷ്ടക്കോളങ്ങളിലേക്ക് പെട്ടുപോയ എല്ലാ മനുഷ്യരുടെയും ചോദ്യം ഇതാണ്, തങ്ങൾ എന്തിനാണിത് പാഴാക്കുക? കുറേ കൂടി ഇങ്ങനെ ആ പ്രകാശത്തിലേക്ക് വരുമ്പോൾ കൊടുത്തത് പോരെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രകാശത്തിലെത്താത്ത മനുഷ്യരുടെ എപ്പോഴുമുള്ള സങ്കടം തങ്ങൾ കൊടുത്തത് തങ്ങൾക്ക് വലിയ നഷ്ടമായി പോയെന്നുള്ള. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ വീടിനോട് പരാതി പറയുകയാണ്, ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് ഈ വീടിന് വേണ്ടി പാഴാക്കിയിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള അടങ്ങൾ ഞാൻ പോയി കണ്ടിട്ടില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒടുവിൽ ഞാനിങ്ങനെയൊക്കെ. നമുക്കത് കേൾക്കുമ്പോൾ ചങ്കുവേദന വരുന്നുണ്ട്. എവിടെ മനുഷ്യൻ ലാഭങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കൃത്യമായ ലാഭനഷ്ടക്കോളങ്ങളിൽ ബന്ധങ്ങൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ഭാരം വരുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഇത് പാഴാക്കുക എന്ന് ചോദിക്കുക. എന്നാൽ അവളുടെ മനസ്സിൽ എന്തായിരിക്കണം? അവൾ മനസ്സിൽ വിചാരിച്ചത് ഇത് പക്ഷേ ഇങ്ങനെ ആയിരിക്കണം, 300 അല്ല 600 ദനാറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 600 ദനാറയ്ക്കും പരിമള തൈലം വാങ്ങി നിൻ്റെ പാദങ്ങളിലൂടെ അഭിഷേകം ചെയ്തേനെ. ഏതൊരു ഗുരു സാധനങ്ങളിലും അത്തരം ഒരു വിചാരമുണ്ട്. നിങ്ങൾ ഒരു ഗുരുവിനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നൊരു വിചാരം ഇതാണ്, കുറേ കൂടി നേരത്തെ നിന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറേ കൂടി മുമ്പേ ഞങ്ങളുടെ യൗവനം നിനക്ക് തന്നേനെ, ഞങ്ങളുടെ അലച്ചിലുകൾ നിനക്ക് തന്നേനെ, ഞങ്ങളുടെ ആരോഗ്യം നിനക്ക് തന്നേനെ. എന്നാൽ റിവേഴ്സ് സംഭവിക്കുന്നുണ്ട്. എന്തിനാണിത് പാഴാക്കിയത്? എന്തിനാണ് ഓരോരുത്തർ അവരവരുടെ ഭംഗികൾ പാഴാക്കിയത്? എന്തിനാണ് ഒരാൾ അയാളുടെ ഗാർഹിക സ്വപ്നങ്ങൾ പാഴാക്കിയത്? ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ 12 പേർ അവനോടൊപ്പം അലഞ്ഞു നടന്നിരുന്നവരാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളും ഭംഗികളും പാഴാക്കി എന്തിനാണ്? ആ ഒരു ചോദ്യം ഇയാളുടെ മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ബാക്ക് ഡ്രോപ്പൊക്കെ എന്നൊക്കെ പറയുന്ന കണക്ക് നിരന്തരം മുഴങ്ങുന്നുണ്ട്. എന്തിനാണിത് പാഴാക്കിയത്? അത് ചെന്നെത്തുന്നത് യേശുവിലേക്ക് തന്നെയാണ്. ഓരോന്നിനും വിലയിട്ട് തുടങ്ങി അയാൾ അവസാനം ഇങ്ങനെ ഗുരുവിന് വിലയിടുന്നു. അല്ലെങ്കിൽ തിരിച്ചു ചിന്തിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഗുരുവിന് എന്ത് വില കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വിലനിർണ്ണയങ്ങളും. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ഏറ്റവും ഭംഗിയുള്ള ഒരു വാക്കിൻ്റെ പേരാണ് ഗുരുവെങ്കിൽ ആ ഗുരുവിന് 30 വെള്ളിക്കാശിൻ്റെ മൂല്യമുള്ളെന്ന് ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവയ്ക്ക് എന്ത് മൂല്യമുണ്ടാകും? സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ഡിക്ലൈൻ ചെയ്യണം. കാര്യങ്ങളിൽ നിന്ന് പതുക്കെ താഴോട്ട് പോകണം. ഗുരുവിന്
30 വെള്ളിക്കാശിൻ്റെ വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ സഖിക്ക് എത്ര വില ഉണ്ടാകും? എന്തായാലും 31 കാശിന് വിലയില്ല, അത് 29 ആയിരിക്കാം പരമാവധി. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വില ഉണ്ടാകും? അതെന്തായാലും അതിലും മീതെയാവാൻ വഴിയില്ല, അതിലും താഴെ ആയിരിക്കണം. അപരിചിതർക്ക് എന്ത് വില ഉണ്ടാകും? യാചകർക്ക് എന്ത് വില ഉണ്ടാകും? ദരിദ്രർക്ക് എന്ത് വില ഉണ്ടാകും? വൈകല്യങ്ങളുള്ളവർക്ക് എന്ത് വില ഉണ്ടാകും? അപ്പോൾ പരമാവധി വില 30 എന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ചുരുങ്ങി, പിന്നെ എല്ലാം ചുരുങ്ങി. എന്നാൽ ഒരാൾ തൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കുകയാണ്, എനിക്ക് ഈ വില നിർണ്ണയിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അയാൾ കണ്ടുമുട്ടുന്നതിൻ്റെയൊക്കെ വില വരുന്നുണ്ട്. മദർ തെരേസയുടെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നൊരു കാര്യം ഇതാണ്. മദർ തെരേസ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ നമുക്ക് നൗസിയേറ്റിംഗ് ആവുന്ന, നമുക്ക് ഛർദ്ദിച്ച് കുടലുമറിയുന്ന വിധത്തിലുള്ള ചില മനുഷ്യരെ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദർശകൻ പറഞ്ഞു, 10,000 പൗണ്ട് തരാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, 10,000 പൗണ്ടിന് വേണ്ടി ഞാനും ഇത് ചെയ്യില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ മറ്റൊരു മൂല്യമുണ്ട്, ആ മൂല്യം ഭംഗിയുള്ളതായത് കൊണ്ടാണ് ഇതിനൊക്കെ വില ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരമമെന്ന് കരുതുന്ന മൂല്യങ്ങൾക്ക് എന്ത് വില കൊടുക്കുന്നു എന്നതുമായി മാത്രം ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള എല്ലാ വില നിർണ്ണയങ്ങളും. ആട്ടെ, ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതിന് 30 വെള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിലയുണ്ടാകും? സ്വാഭാവികമായിട്ട് എനിക്ക് ജീവിക്കാൻ പോലും വിലയില്ല. അങ്ങനെയാണ് ക്രിസ്തു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കണ്ടെത്തിയ ഒരു ശിഷ്യൻ്റെ ചരിത്രം ഇങ്ങനെ ഭരതവാക്യത്തിൽ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസാന വാക്കിൽ അവസാനിക്കുന്നത്, അവനെ തന്നെ കൊന്നു, കമ്മിറ്റഡ് സൂയിസൈഡ്. എപ്പോഴാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്? ജീവിക്കാനുള്ള മൂല്യം തനിക്കില്ലെന്ന് കരുതുമ്പോഴാണ്. സ്വന്തം മൂല്യത്തെക്കുറിച്ച്, സ്വന്തം അഭാവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാമെന്ന ഉലച്ചിലുകളെക്കുറിച്ച് ധാരണയുള്ള ഒരു മനുഷ്യനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഡിസെൻഡിങ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ, ഈ താഴോട്ടുള്ള യാത്ര ഒടുവിലെത്തിച്ചേരുന്നത് അയാളുടെ ആത്മഹത്യയിലാണ്. പിന്നെയും ചില കാര്യങ്ങൾ ജൂഡസിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ബ്രോഡായിട്ട് 2 രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുക. ഒന്നിങ്ങനെ തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരാളുടെ പ്രാണനിൽ എങ്ങനെയാണ് ആ പരമചൈതന്യം ഇടപെടാൻ പോകുന്നത്? 2 തരത്തിലാണ്. ഒന്നിങ്ങനെ വലിയൊരു കുന്നിമുകളിലേക്ക്, ഒരു ക്ലിഫിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പറയും, ദാ നീ പതിക്കാൻ പോകുന്ന അഗാധഗർത്തം ആബി. ആ ഒരു കാഴ്ച കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് പിന്നോട്ട് നടക്കാവുന്ന, എവിടേക്കാണ് നീ പതിക്കാൻ പോകുന്നത്? എത്ര ഹീനതയിലേക്കാണ് നീ പതിക്കാൻ പോകുന്നത്? ഒരു മദ്യപിച്ചൊരു നിമിഷത്തിൽ ആ സഹോദരൻ്റെ ഭാര്യയോട് അത്ര ഉചിതമല്ലാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ തണുത്തൊരു ഒരാളെ കണക്ക്, മഞ്ഞുകെട്ട കണക്ക് ഇരുന്ന് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ശരിക്കും നിൻ്റെ അമ്മയല്ലേ? അതൊരു കാഴ്ചയാണ്. ശരിക്കും നിൻ്റെ അമ്മയല്ലേ? ജ്യേഷ്ഠത്തി അമ്മയെ പിന്നെ എന്തെന്ന് വിളിക്കണം? അമ്മയെന്നല്ല ആ പേരിൻ്റെ അറ്റത്ത് പോലും ഉള്ളത്. ഇതൊന്നും എന്നും നടക്കുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഉണ്ടാകുന്ന ഒരു എന്ന് നടക്കുന്നവെന്ന അർത്ഥമല്ലേ ഈ പറയുന്നത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലറായ നിമിഷത്തിനകത്ത് ആ സ്ത്രീ ഇവൻ പതിക്കാൻ പോകുന്ന ആ ഒരു ആഴം കാണിച്ചു കൊടുക്കുക. എവിടെയൊക്കെയാണ് കാലിടർന്നത്? അതുകൊണ്ടാണ് ഊട്ടുമേശയിലിരുന്നു കൊണ്ട് ഗുരു പറഞ്ഞു, എൻ്റെ ഈ പാനപാത്രത്തിൽ പങ്കുചേരുന്ന ഒരാൾ, ഈ അപ്പം മുറിച്ച് ഭക്ഷിക്കുന്ന ഒരാൾ എനിക്കെതിരായിട്ട് ഹൃദയം കഠിനമാക്കുക, എന്നെ ഒറ്റ കൊടുക്കും. 12 പേരേ ഉള്ളൂ. വേണമെങ്കിൽ ആത്മവിചിന്തനം കൊണ്ട് കണ്ടെത്താവുന്നേ ഉള്ളൂ ആർക്കാ പാളി നിൽക്കണമെന്ന്. അയാൾക്ക് വേണമെങ്കിൽ ആ കാൽപാദങ്ങളിൽ വീണ് വാവിട്ട് കരയാവുന്നേ ഉള്ളൂ. മകൻ അപ്പനെ കൊല്ലുന്നതിനേക്കാൾ കഠിനമാണ് ശിഷ്യൻ ഗുരുവിനെ ഡിസോൺ ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് ഈ പാരമ്പര്യങ്ങളിലൊക്കെ ഉള്ളത്. നമ്മുടെ ഭാരതീയ പാരമ്പര്യങ്ങൾ മാത്രമല്ല, ഇതൊക്കെ സംഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിഴക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ, അവിടെയൊക്കെ ഗുരു എന്ന് പറയുന്ന പ്രതീകം, ഗുരുവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള മനുഷ്യർ നമ്മൾ ചെറിയ പ്രായങ്ങളോട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഗുരുവിനെ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്ന അത്രയും വലിയ കൊടി അപരാധം, അതിലേക്ക് ചൂണ്ടിക്കാണിക്കുക. വേണമെങ്കിൽ ആ ഒരൊറ്റ കാഴ്ച കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ കഥ ഒരു വാവിട്ട് കരച്ചിൽ അവസാനിക്കാമായിരുന്നു. പക്ഷെ അതല്ല. നമുക്ക് തീരെ അപഗ്രഥിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മനുഷ്യ മനസ്സ് തോന്നുന്നു. തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന മനസ്സിന് ഈ പഴയ നിയമത്തിലെ ഫറവയുടെ മനസ്സ് കണക്കാണ്. ഓരോ പ്രാവശ്യവും ചില ഇടപെടലുണ്ടാകുമ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നു, ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്നു. പക്ഷേ പിറ്റേ നമ്മൾ വായിച്ച് കേൾക്കുന്ന അയാൾ തൻ്റെ ഹൃദയം പിന്നെയും കഠിനമാക്കി, ആദ്യത്തിനേക്കാൾ കഠിനമാക്കി. മനുഷ്യ മനസ്സുകളിലെ നിയന്ത്രിക്കുന്ന ആ ചരടുകളെക്കുറിച്ച് നമുക്കൊരു പിടുത്തമില്ല. എന്തുകൊണ്ടാണ് മനുഷ്യ ഓരോ ഇടപെടലിന് ശേഷം പിന്നെയും കഠിനമാകുന്നത്? പിന്നെയും കുറേ കൂടി ആ ഇരുട്ടിലേക്ക് തങ്ങളെ തന്നെ കൂപ്പുകുത്താനായിട്ട് അനുവദിക്കുന്നത്? ഒരു പിടുത്തമില്ല. പിന്നെ രണ്ടാമതായിട്ട് സ്വന്തം കരുണയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്.
ആ വലിയ അപരാധത്തിൻ്റെ ആഴം കാണിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ രണ്ടാമത് സാധ്യതയുള്ളൂ തൻ്റെ കരുണയിലേക്ക് നോക്കുക. തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അടുക്കലേക്ക് വന്നിട്ട് അയാൾ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു സ്വസ്തി. ചുംബനം എന്ന് പറയുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും പവിത്രമായ ഒരു ആചാരമാണ്. എൻ്റെ ഹൃദയം കൊണ്ട് നിന്നെ ചുംബിക്കാനാവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അധരം കൊണ്ട് ചുംബിക്കാനാവുമെന്നൊക്കെ പറയുന്ന വളരെ പ്രശസ്തമായ വരികളുണ്ട്. മനുഷ്യൻ അവൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് വേറെ ഒരു വഴിയില്ലെന്ന് കാണുമ്പോൾ മാത്രമുള്ള ഒരു മീഡിയത്തിൻ്റെ പേരാണ് സ്പർശം എന്ന് പറയുന്നത്. അത്രയും ആ സ്നേഹത്തിൻ്റെ സെനിത്ത അത്, സ്നേഹത്തിൻ്റെ ആ ഒരു ഔന്നത്യം, സ്നേഹത്തിൻ്റെ ശിഖ അത്. എന്നിട്ടും ആ ദിവസം തൊട്ട് ചുംബനം മലിനപ്പെടുകയാണ്. മനുഷ്യർ തങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങളെ മറച്ചു വെച്ച്, മനുഷ്യർ തങ്ങളുടെ ദുഷ്ടതകളെ മറച്ചു വെച്ച്, മനുഷ്യർ തങ്ങളുടെ വെറുപ്പുകളെ മറച്ചു വെച്ച്, മനുഷ്യർ തങ്ങളുടെ ആസക്തികളെ മറച്ചു വെച്ചൊക്കെ ചുംബിക്കും. എനിക്ക് പലപ്പോഴും ഇത്തിരി എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എപ്പോഴും ജൂഡസിനോടുള്ള സങ്കടം ഇതാണ്, നീ എന്തുകൊണ്ടാണ് ചുംബനത്തെ മലിനപ്പെടുത്തിയത്? അപ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് അയാളെ വീണ്ടും ക്ഷണിക്കുകയാണ്, സ്നേഹിത. യേശു അയാളെ വിളിക്കുക, സ്നേഹിത. നമുക്കറിയാം, വേണമെങ്കിൽ ഈ സുവിശേഷമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ യേശു അയാൾ വിളിച്ച ആ സ്നേഹിത എന്നുള്ള ഏറ്റവും ആഭിമുഖ്യമുള്ള, ഏറ്റവും മമതയുള്ള, ഏറ്റവും പ്രിയമുള്ള വാക്ക് ഒഴിവാക്കാമായിരുന്നു. എന്നിട്ട് ആ വാക്ക് ഇപ്പോഴും വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം. ഏത് കൊടിയ അപരാധങ്ങൾക്ക് ശേഷവും പിന്നെയും ഒരു സ്നേഹം നിങ്ങൾക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട്. അതിലേക്ക് നോക്കാനായിട്ടാണ്. ഇപ്പോൾ രണ്ട് സാധ്യത, ഒന്നെങ്കിൽ ഈ അപരാധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ കണ്ണിലേക്ക് നോക്കുക. യേശു ഒരാളെ സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ ഒറ്റർത്ഥം മാത്രമേ ഉള്ളൂ, സ്നേഹിത എന്ന് മാത്രം. കാരണം വാക്ക്, ചിന്ത, പ്രവർത്തിക്കിടയിൽ ഇത്രയും പൊരുത്തമുള്ള അധികം മനുഷ്യരൊന്നും ഭൂമിക്ക് മീതെ സഞ്ചരിച്ചിട്ടില്ല. യു ആർ സ്റ്റിൽ എ ഫ്രണ്ട് ഫോർ മീ. ആ കരുണയിലേക്ക് ഒന്ന് മിഴി പാളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ജൂഡസ് തിരിഞ്ഞ് നടന്നേനെ. പക്ഷെ അതുകൊണ്ടും അയാളെ വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നീട് ജൂഡസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഏറ്റവും ചെറിയ ഇടർച്ച തൊട്ട് കൊടിയ അപരാധങ്ങൾ വരെ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ഒരു മാതൃക എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. അതിനകത്ത് എല്ലാ അപരാധങ്ങളുടെ ഒരു നിഴൽ കിടപ്പുണ്ട്. എല്ലാ അപരാധങ്ങളും എന്ത് സംഭവിക്കുന്നൊരു ഷാഡോ കിടപ്പുണ്ട്. ഇതൊക്കെയാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ നിലവിളിക്കുക, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റുകൊടുത്തു. പക്ഷെ ആ വിലാപം കൊണ്ട് ഒരു കാര്യവും ഇനി മാറാൻ പോകുന്നില്ല. ഇപ്പോൾ അയാളുടെ ഏറ്റുപറച്ചിൽ ഇനി ആരെയും സഹായിക്കാൻ പോകുന്നില്ല. തിന്മ മനുഷ്യൻ കെട്ടുന്നൊരു കടുങ്കട്ട. പിന്നീട് നിങ്ങൾക്ക് അത് അഴിക്കണം തോന്നിയാൽ പോലും നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് സങ്കീർണമായി പോകുന്നു. എല്ലാ തിന്മകളും വളരെ ലളിതമായിട്ട് ആരംഭിക്കുന്നത് ഒരു ചെറിയ ചുംബനം, ഒരു അടയാളം, ഒരു സിഗ്നേച്ചർ, ഒരു ജസ്റ്റർ. പക്ഷേ അതുകൊണ്ട് എത്തുന്ന സങ്കീർണത ഇനി അയാൾക്ക് വിചാരിച്ചാലും ഈ മനുഷ്യനെ തിരികെ പിടിക്കാൻ പറ്റില്ല. കൈവിട്ടു പോവുക. നമ്മൾ പലപ്പോഴും പറയുന്ന കണക്ക് ഈ കൈവിട്ടു പോയ അസ്ത്രത്തിൻ്റെ ഗതിയാണ്. അത് നിങ്ങളിങ്ങനെ ഉന്നം പിടിച്ച് നിൽക്കുവോളം അതിൻ്റെ വിധി നിങ്ങളുടെ കയ്യിലാണ്. കൈവിട്ടു പോയാലോ? പറഞ്ഞ വാക്കും. അങ്ങനെ മനുഷ്യൻ്റെ കൈവിട്ടു പോകുന്ന കുറേ പാളിച്ചകൾ അയാൾക്ക് അതിന് തിരികെ പിടിക്കുക. അപ്പോൾ ഒന്നും നമുക്ക് റീസെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ചെയ്യാവുന്നത് കുറേ കൂടി കുലീനമായിട്ട് ജീവിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. കുറേ കൂടി ജാഗ്രത ജീവിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇയാൾ ആർക്ക് വേണ്ടിയാണോ ഈ തിന്മയൊക്കെ ചെയ്തത്, ആ തിന്മ ചെയ്ത മനുഷ്യ അയാൾ ഡിസോൺ ചെയ്യുക. ഇയാൾ ഈ 30 വെള്ളിക്കാശുമായിട്ട് തന്നെ ഒറ്റ കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ച് താനും ആരോടൊക്കെയാണോ വിലപേശ് നടത്തിയത് ആ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റ കൊടുത്തു. അപ്പോൾ അവർ വേണമെങ്കിൽ ഇത്തിരി നാടകീയമായിട്ടൊക്കെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ചിരിയോടുകൂടി ഇയാൾ നേരിട്ടുകൊണ്ട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്താ. എല്ലാ തിന്മകൾക്കും മനുഷ്യൻ പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. തങ്ങളത് ആർക്കു വേണ്ടി ചെയ്യുന്നതാണ് പറയുക. കൈക്കൂലി കൊടുക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊന്ന് കൺഫ്രണ്ട് ചെയ്ത് നോക്ക്. അയാൾ പറയും, പിള്ളേരൊക്കെ പഠിക്കുക, ഞാൻ ഒറ്റൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യമൊന്നും മുമ്പോട്ട് പോകത്തില്ല. അപ്പം കാരണമുണ്ട്. ലോകത്തുള്ള എല്ലാ പാളിച്ചകൾക്കും എല്ലാ അപരാധങ്ങൾക്കും വ്യക്തമായ കാരണങ്ങൾ അതിലേക്ക് വഴുതിപ്പോയ ആൾക്കുണ്ടാവാം. ചിലർക്ക് വേണ്ടിയാണ്, ചിലതിന് വേണ്ടിയാണ്. എന്നിട്ടോ അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഗുണം കിട്ടിയ ആ മനുഷ്യർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിസോൺ ചെയ്യുന്നത്? അതിന് ഞങ്ങൾക്കെന്താ. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അപരാധങ്ങൾക്ക് മാത്രം അധികം കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത്. വല്ലാതെ ഒരാൾ ലോൺലി ആവേണ്ട ഒരു ഫെയ്റ്റിൻ്റെ പേരാണ് തെറ്റ്. ഒരാൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ആ കുറ്റബോധങ്ങളുടെ നിമിഷത്തിൽ ഒരാൾ പോലും അയാളുടെ കൂടെ ഉണ്ടാവില്ല. ഇത്തരമൊരു വിചാരം നമ്മുടെ ദേശത്ത് ഒരു വേടനെ കവി പോലും ആക്കിയിട്ടുണ്ട്, വാത്മീകി.
ആർക്കാണതറിയാത്തത്? എന്തിനാണ് നീ ഈ കൊള്ളയും ചതിയൊക്കെ ചെയ്യണത്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, അത്രയും നല്ലത്. പക്ഷേ എന്തിനൊരു കർമ്മഫലം ഉണ്ടെന്ന് നിനക്കറിയാവോ? അറിയാം. അങ്ങനെയെങ്കിൽ ചെന്ന് ചോദിക്കുക, ആ കർമ്മഫലത്തിൽ നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പങ്കുചേരുവാന്ന്. തർക്കമില്ലാത്ത വിഷയമാണ്, അവർ പങ്കുചേരും. കാരണം അവർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യണത്. അത്രയും ഉറപ്പ് വേണ്ട, ചോദിച്ചിട്ട് വാ. എന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന, മക്കളെ അച്ഛൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അച്ഛൻ്റെ കാര്യം. അവളോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്യുന്ന നമ്മൾക്കും നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അത് നിങ്ങളുടെ കാര്യം. ലോകത്ത് മനുഷ്യൻ ജീവിക്കാനായിട്ട് എന്തുമാത്രം തൊഴിലുണ്ട്? മോഷ്ടിക്കണമെന്നും പിടിച്ച് പറയണമെന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഈ മനുഷ്യൻ ഡിസോൺ ചെയ്യപ്പെടുക, തകർന്നു പോവുകയാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു വേടൻ കവിയായി മാറുന്നതല്ലേ ഈ ദേശത്തിൻ്റെ സങ്കല്പം. അപ്പോൾ ഏതൊരു വേടനെയും കവിയാക്കുന്ന, മനുഷ്യനാക്കുന്ന ഒരു വിചാരമാണിത്. ഒരാളുടെ അപരാധങ്ങൾക്കും അയാളിൽ നിന്ന് ഫലമോ പ്രിയോ ലഭിച്ച മനുഷ്യർ പോലും അയാളെ കൂടെ നിൽക്കാൻ തയ്യാറല്ല. ഒടുവിൽ ഈ നാണയങ്ങൾ വലിച്ചെറിയുന്നുള്ളൊരു മൂന്നാമത്തെ വിചാരത്തിൽ ഈ ഒരു സന്ധ്യാചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം. അയാളുടെ നാണയങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുക. ഒരിടത്തും ആ നാണയം ആർക്കും ആവശ്യമില്ല. അതിനകത്തൊരു വാക്ക് വളരെ കഠിനമായിട്ട് കിടപ്പുണ്ട്. ഇത് രക്തത്തിൻ്റെ വിലയായതിനാൽ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവാലയ ഭണ്ഡാരം എന്ന് പറയുന്നത് എല്ലാ നാണയങ്ങൾക്കും ഇടമുള്ള സ്ഥലമാണ്. ഏതെടുക്കാത്ത നാണയത്തിന്, ഏത് ഇടറിയ നാണയത്തിനൊക്കെ ഉള്ള ഒരു ദേവാലയ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്ന നാണയങ്ങൾ പിന്നിലെ ചരിത്രമൊക്കെ ആർക്കെങ്കിലും അതിനെ അപഗ്രഥിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അതൊരു മോഷ്ടാവിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഗണികയുടെ എന്ത് ചെയ്യുന്നുണ്ട് കയ്യിൽ നിന്നായിരിക്കാം. ഇടറിയ മനുഷ്യരുടെ നാണയങ്ങൾക്ക് പിന്നിലാണല്ലോ ഏറ്റവും മോശപ്പെട്ട കഥകൾ എപ്പോഴും ഉള്ളത്. പക്ഷേ അത്തരം എല്ലാ നാണയങ്ങൾക്കും വഴിക്കിടന്നൊരു നാണയം കിട്ടിയാൽ പോലും പണ്ട് ചെറിയ പ്രായങ്ങളിലൊക്കെ മുതിർന്നവർ പറഞ്ഞ് തന്നിട്ടുണ്ട്, നിനക്കത് എടുക്കാൻ പാടില്ല, നിനക്കതുകൊണ്ട് മിഠായി വാങ്ങാൻ പാടില്ല, നീ അതുകൊണ്ട് പള്ളി കൊണ്ടിട്ട് അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ കൊണ്ടിടുക. അപ്പോൾ എല്ലാ നാണയങ്ങൾക്കും ഇടമുള്ള സ്ഥലമാണ് ദേവാലയ ഭണ്ഡാരം. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഈ കഥയുടെ ഏറ്റവും കഠിനമായ കൂടം കൊണ്ടുള്ള അടി നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അവൻ്റെ നാണയത്തിന് ദേവാലയ ഭണ്ഡാരത്തിൽ പോലും ഇടം കണ്ടെത്തിയിട്ടില്ല. ബോധപൂർവം കുറേ അധികം ഇടപെടലുകൾക്ക് ശേഷവും പിന്നെയും ഹൃദയം കഠിനമാക്കുന്ന മനുഷ്യരുടെ അപരാധങ്ങളുടെ പൊന്നാണയങ്ങൾ ചിലപ്പോൾ ആ മഹാകാരുണ്യത്തിൽ ഇടം ഉണ്ടാവും, അറിഞ്ഞുകൂടാ. അങ്ങനെ ആവല്ലെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ അങ്ങനെ അല്ലെന്ന മട്ടിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരിക. അവർ ആ പണം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി, അത് ആ പദം ഒരുപക്ഷെ ബൈബിളധികം വായിക്കാത്തതും പഠിക്കാത്തവർക്ക് പോലും ആ വാക്ക് പരിചയമാണ്. അക്കൽദാമ, രക്തത്തിൻ്റെ നിലം. ആ വാക്ക് 12,000 വർഷങ്ങളായിട്ട് മാനവരാശിയോടൊപ്പം ഉണ്ട്. എവിടെയൊക്കെ മനുഷ്യൻ്റെ കരച്ചിലിന് മീതെ മനുഷ്യരെന്തെങ്കിലും പണിതുയർത്തിയിട്ടുണ്ടോ? മനുഷ്യരുടെ വിയർപ്പുകളെ കാണാതെ പോയിട്ടുണ്ടോ? മനുഷ്യൻ്റെ രക്തം വീണിട്ടുണ്ടോ? അതിന് മീതെയൊക്കെ ഉള്ള എല്ലാത്തിനെയും വിളിക്കേണ്ട വാക്ക് അക്കൽദാം എന്ന. ഒത്തിരി ഇടങ്ങളിൽ മനുഷ്യർ കുടിയിറക്കപ്പെടുന്ന ഒരു ദേശത്തൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂട ഭീകരം എന്ന് പറഞ്ഞൊരു വാക്കുപോലും രൂപപ്പെട്ടിരിക്കുന്നു. പലയിടത്തും ഇങ്ങനെ രക്തനിലങ്ങൾ ഉയർന്നു വരുന്ന ഭൂമിയിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റുകാർക്കും മരണമില്ല, അക്കൽദാമിക്കും മരണമില്ല.